ചോദിച്ച കാര്യം മനസ്സിലായില്ല. ആർക്കൊക്കെ മനസ്സിലായി? നീ തമിഴ് ഞാൻ സംഭവം മനസ്സിലായില്ല. എനിക്ക് സംഭവമൊക്കെ മനസ്സിലായി. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ഒരു മിനിറ്റ് കുറച്ച് ചായ കുടിക്കട്ടെ. നിനക്ക് മനസ്സിലാക്കി ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല്, എടാ നിന് ചായ ഉണ്ട്? എടാ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായെന്നുള്ളത് ചോദിക്കുന്ന പോലെ തന്നെയാണ് ചെടിയാണോ വിത്താണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ വിത്താണ് ആദ്യം ഉണ്ടായത്. അതെങ്ങനെ പറയാൻ പറ്റും? മുട്ടയാണോ കോഴിയാണോ എന്നതിന് ഉത്തരം പറയാൻ പറ്റാത്ത പോലെ തന്നെ ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. എടാ ഇതിന് ഉത്തരം പറയാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെ? ഹലോ, എന്താ? എടാ അതായത് എല്ലാത്തിനും മുമ്പുണ്ടായത് ഭൂമിയല്ലേ? അതെ അല്ലേ? അതില്ലേ, നിങ്ങൾ അഭിനയിക്കല്ലേ? മനസ്സിലായോ? ഭൂമിയാണ് ആദ്യം ഉണ്ടായത്. ആ ഭൂമിക്കകത്തൊരു വിത്ത് ഉണ്ടായത് കൊണ്ടല്ലേ അത് മുളച്ച് പിന്നെ ചെടിയായിട്ട് വന്നത്. ഓക്കെ, ആ പക്ഷെ ആ വിത്ത് അവിടെ എങ്ങനെ വന്നു? വിത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം വിത്ത് അവിടെ കൊണ്ടുവച്ചതായിരിക്കും. പിന്നെ ആ മുട്ടയും ദൈവം കൊണ്ടുവച്ചു, അല്ലെ ദൈവം ഉണ്ടാക്കി? മുട്ട ദൈവം എന്താ മുട്ട വ്യാപാരി? എടാ നിനക്ക് ഡിബേറ്റ് ചെയ്യാറിയില്ല. എടാ അതല്ല, എടാ മുട്ട മുട്ട നോൺ വെജ് ആണ്, ദൈവം വെക്കൂല, വിത്ത് വെക്കും. എന്നിട്ട് എടാ എന്നാ സ്വന്തം അമ്മയാണ്, അവരൊന്ന് ചത്തോ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊന്നും നോക്കാതെ ചുമ്മാ അങ്ങ് സ്ലോ മോഷനിൽ നടന്ന് പോവാണ്. ഹായ് എന്നിട്ട് ഫുൾ ടൈം സ്റ്റണ്ട് തന്നെ, അതൊരു ലോജിക്കും ഇല്ല. എന്ന് വെച്ചാൽ വെറുതെ ഇടിയാണ്, അത് ഫുൾ ടൈം വള്ളി കിടന്ന് തൂങ്ങിക്കളിയാണ്, താഴ്ത്തു നിന്നല്ലേ. എന്തിനാ പക്ഷെ മേടിച്ചു കൂട്ടിയേ? എന്തിനാണെന്ന് ചിലപ്പോ സ്ലോ മോഷനിൽ തിരിച്ചു പോയി ഇടിക്കാനൊക്കെയും കുറച്ച് കഴിയുമ്പോ. എടാ ഒരു ലോജിക്കില്ലെന്നല്ലേ ഞാൻ പറയുന്നത്, പിന്നെ എന്തിനും ചോദിച്ചിട്ടുള്ള കാര്യമുണ്ടോ? സോറി ഞാൻ പടം കാണണ്ടെന്നാണ് നീ പറയുന്നത്. കണ്ടോ, അല്ലെങ്കിൽ വല്ല ശത്രുക്കൾക്കും കാണാൻ സജസ്റ്റ് ചെയ്തു. അതിന് നിനക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാ? ഉണ്ടല്ലോ നിന്റെ ലെജൻഡറി ചേട്ടൻ. എങ്ങനെ ഓർക്കണോ? അച്ഛടാ അയ്യോ കാര്യം പൊളിക്കണ്ടേ? ഞാൻ വെച്ച് നിങ്ങൾ മറന്നുപോയി. പിന്നെ നേരത്തെ ചോദിക്കാം, നിങ്ങൾ അഭിനയിക്കല്ലേ? ഒട്ടും അഭിനയിച്ചല്ല.